അയാം പ്രൊഡക്ഷൻസിന്റെ യൂട്യൂബ് ചാനലിൽ സിനിമ ടാക്കീസ് എന്ന സെഗ്മെന്റ് അവതരിപ്പിക്കാനാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സൗദി വെള്ളക്ക എന്ന ചിത്രത്തിന് ശേഷം തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് മോഹൻലാൽ, ശോഭന, പ്രകാശ് വർമ്മ തുടങ്ങിയവർ അഭിനയിച്ച് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത തുടരും സിനിമയെ പറ്റിയാണ്. രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്ത് നിർമ്മിച്ച ചിത്രമാണ് ഇത്. ഈ ചിത്രത്തിന്റെ പശ്ചാത്തലം നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ഷൺമുഖൻ എന്ന ടാക്സി ഡ്രൈവറായിട്ടാണ് മോഹൻലാൽ വേഷമിടുന്നത്. മോഹൻലാലിന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് ശോഭന. ലളിത എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ഒരു സിനിമാ സ്നേഹി എന്ന നിലയിൽ ദൃശ്യത്തിന് ശേഷം മോഹൻലാൽ അഭിനയിച്ച മികച്ച ഒരു ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. തരുൺമൂർത്തിയുടെ സ്ക്രിപ്റ്റിൽ മോഹൻലാൽ നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ ചിത്രം എനിക്ക് മികച്ചതായിട്ട് തോന്നുന്നത്. മോഹൻലാലിന്റെ പഴയകാല ചിത്രങ്ങൾ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒരു മികച്ച ഒരു ചിത്രമായിട്ടാണ് എനിക്കിത് തോന്നിയത്. മോഹൻലാലിന്റെ പഞ്ച് ഡയലോഗുകളും സ്റ്റണ്ടും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. വരന് ആവശ്യമുണ്ട് എന്ന ചിത്രത്തിന് ശേഷം ശോഭന അഭിനയിച്ച ഒരു മികച്ച ചിത്രമാണ് തുടരും. MG ശ്രീകുമാറിന്റെ മികച്ച ഒരു ഗാനം തന്നെ ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ തലമുറ കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ് ഇത്. ഏകദേശം 3 മണിക്കൂർ ദൈർഘ്യമുള്ള ചിത്രമാണ് ഇതെങ്കിലും ഒരു ലാഗും എനിക്ക് തോന്നിയില്ല ഈ ചിത്രം കണ്ടിറങ്ങിയതിനു ശേഷം. പ്രകാശ് വർമ്മയും ബിനു പപ്പുവും മികച്ച രീതിയിൽ അഭിനയിച്ച ഒരു ചിത്രമാണ് ഇത്. ഇതെന്റെ ആദ്യത്തെ റിവ്യൂ ആയതുകൊണ്ട് അധികം സ്പോയിലേഴ്സ് ഞാൻ ഇതിന്റെ അകത്ത് ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഇനി മറ്റൊരു സിനിമ വിശേഷവുമായി നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ, നമസ്കാരം.